ലോകം ഇന്ന് മുമ്പെങ്ങുമില്ലാത്ത വിധം അതീവ ഗുരുതരമായ ഒരു യുദ്ധകാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വശത്ത് യൂറോപ്പിന്റെ ഹൃദയഭൂമിയെ പിടിച്ചുലച്ചുകൊണ്ട് വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെയും സമാധാനത്തെയും ഒരുപോലെ തകിടം മറിക്കുന്നു. മറുവശത്ത് പശ്ചിമേഷ്യയിൽ ദിവസേനയെന്നോളം മാറിക്കൊണ്ടിരിക്കുന്ന സംഘർഷാവസ്ഥ ലോകത്തെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിടുകയാണ്. ഗാസയും ലബനനും ഇറാനും ഇസ്രായേലുമെല്ലാം ഉൾപ്പെടുന്ന ഈ വലിയ സംഘർഷ മേഖലകൾ ലോകരാഷ്ട്രങ്ങളെ വൻതോതിൽ ചേരിതിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആഗോള സമാധാനം, സുരക്ഷ, മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്നത് വെറും പുസ്തകത്താളുകളിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു കാലഘട്ടമാണിത്. ഈ ഒരു ആഗോള പശ്ചാത്തലത്തിലാണ് ലോകത്തിന്റെ പരമോന്നത വേദിയായ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനത്ത് നിന്ന് ഇന്ത്യ വളരെ പ്രസക്തവും ശക്തവുമായ ഒരു നിലപാട് ലോകത്തിനു മുന്നിൽ വീണ്ടും ആവർത്തിക്കുന്നത്. ഭീകരതയ്ക്ക് ഒരു തരത്തിലുള്ള ന്യായീകരണവുമില്ല. ലോകം എത്രയൊക്കെ ചേരിതിരിഞ്ഞ് യുദ്ധം ചെയ്താലും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ആരും ഒരു തരത്തിലുള്ള ഇരട്ടത്താപ്പും കാണിക്കരുതെന്നാണ് ഇന്ത്യ നൽകുന്ന ഏറ്റവും കർക്കശമായ മുന്നറിയിപ്പ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഗോള ഭീകരവിരുദ്ധ തന്ത്രത്തിന്റെ 9ാം അവലോകന യോഗത്തിലാണ് ഭാരതം തങ്ങളുടെ ഈ സീറോ ടോളറൻസ് നയം ഒരിക്കൽ കൂടി ശക്തമായി വ്യക്തമാക്കിയത്. യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ പർവതനേനി ഹരീഷ് പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ നയതന്ത്രത്തിന്റെ പതിവ് മര്യാദകൾക്കപ്പുറം കടുത്ത ഭാഷയിലാണ് രാജ്യത്തിന്റെ നിലപാട് തുറന്നടിച്ചത്. അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ ആഗോള മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ഭീകരൻ ഭീകരൻ തന്നെയാണ്. കൂട്ടക്കൊലകളുടെ പ്രത്യയശാസ്ത്രത്തെ വേരോടെ പിഴുതെറിയാൻ നാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ തന്ത്രപരമായ കണക്കുകൂട്ടലുകളോ ചൂണ്ടിക്കാട്ടി ഭീകരവാദത്തെ വെള്ളപൂശാൻ ആരെയും അനുവദിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സ്വന്തം രാഷ്ട്രീയ ലാഭങ്ങൾക്കോ പ്രാദേശികമായ മേധാവിത്വത്തിനോ വേണ്ടി ഭീകരവാദ സംഘടനകളെ നല്ലവരെന്നും ചീത്തവരെന്നും വേർതിരിച്ചു കാണുന്ന വലിയൊരു വിഭാഗം രാജ്യങ്ങൾ ഇന്നത്തെ ലോകത്തുണ്ട്. അത്തരം രാജ്യങ്ങളുടെ മുഖത്തു നോക്കിയാണ് ഇന്ത്യ ഇപ്പോൾ കടുത്ത ഭാഷയിൽ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. ഇന്ത്യ ഈ നിലപാട് അന്താരാഷ്ട്ര വേദിയിൽ ഇത്രയും ശക്തമായി ഉന്നയിക്കുന്നതിന് പിന്നിൽ ദശകങ്ങളുടെ ചോരയൊഴുക്കിയ വലിയൊരു ചരിത്രമുണ്ട്. മറ്റൊരു രാജ്യവും നേരിട്ടിട്ടില്ലാത്ത അത്രയും ക്രൂരമായ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഇരയാണ് നമ്മുടെ രാജ്യം. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് ആസൂത്രിതമായി എത്തുന്ന ഭീകരവാദത്തിന്റെ ആഘാതങ്ങൾ ഇന്ത്യ ദശകങ്ങളായി അനുഭവിക്കുകയാണ്. കാശ്മീരിലെ നിരപരാധികളായ ജനങ്ങൾക്കും സുരക്ഷാ ജീവനക്കാർക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, രാജ്യത്തെ ഞെട്ടിച്ച പാർലമെന്റ് ആക്രമണം, മുംബൈ നഗരത്തെ ചോരയിൽ മുക്കിയ ഭീകരാക്രമണം, ഒടുവിൽ പുൽവാമയിൽ നമ്മുടെ വീരസൈനികരുടെ ജീവനെടുത്ത ക്രൂരത, ഇങ്ങനെ ഭീകരർ വിതച്ച വിനാശങ്ങളുടെ വലിയൊരു നിര തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആഗോളതലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രപരമായ കണക്കുകൂട്ടലുകൾ നടത്തി ഭീകരതയെ ന്യായീകരിക്കാൻ ചില രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കാൻ ഇന്ത്യ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. നിലവിലെ ആഗോള യുദ്ധ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഈ ആശങ്ക എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പരമ്പരാഗതമായ യുദ്ധങ്ങൾ നടക്കുമ്പോൾ അതിന്റെ മറവിൽ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് വളക്കൂറുള്ള ഒരു മണ്ണാണ് ലോകത്ത് ഒരുങ്ങുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അന്താരാഷ്ട്ര തലത്തിൽ വൻ ശക്തികളെ പരസ്പരം പോരടിക്കുന്ന ചേരികളാക്കി മാറ്റി. ഈ ഒരു വലിയ ശ്രദ്ധ തിരിക്കലിനെ മുതലെടുത്തുകൊണ്ട് ആഗോള ഭീകര ശൃംഖലകൾ വീണ്ടും സജീവമാകാൻ തുടങ്ങിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധമാകട്ടെ ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങി സായുധ ഭീകര ഗ്രൂപ്പുകൾക്ക് കൂടുതൽ ആയുധങ്ങളും ഫണ്ടിങ്ങും സാങ്കേതിക സഹായവും ലഭിക്കാൻ കാരണമാകുന്നു. വൻ ശക്തി രാജ്യങ്ങൾ തങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ ഇത്തരം നിഴൽ യുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശക്തിപ്പെടുന്നത് അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയായ ഭീകര സംഘടനകളാണ്. അത്യാധുനിക ആയുധങ്ങളും ഡ്രോണുകളും സൈബർ സാങ്കേതിക വിദ്യകളും ഇന്ന് ഭീകരരുടെ കൈകളിൽ വളരെ എളുപ്പത്തിൽ എത്തുന്നു. ഈ പ്രവണത ലോകത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ഇന്ത്യ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. ഭീകരവാദത്തെ ആശയപരമായി നേരിടുന്നതിനൊപ്പം തന്നെ അതിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഇന്ത്യ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. ഭീകരർക്ക് പണം നൽകുന്ന കള്ളപ്പണ ശൃംഖലകളും ഹവാല ഇടപാടുകളും അവർക്ക് സുരക്ഷിത താവളമൊരുക്കുന്ന രാജ്യങ്ങളും പൂർണ്ണമായും ഒറ്റപ്പെടുത്തണം. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര ധനകാര്യ മേൽനോട്ട സംഘടനയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അഥവാ FATFന്റെ മാനദണ്ഡങ്ങൾ എല്ലാ രാജ്യങ്ങളും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ കർശനമായി നടപ്പിലാക്കണം. ആഗോള യുദ്ധങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ക്രിപ്റ്റോ കറൻസികളും
ഡാർക്ക് വെബും ഉപയോഗിച്ച് ഭീകരർ അതിവേഗം പണം സമാഹരിക്കുകയും ആയുധങ്ങൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഭീകരതയ്ക്ക് പണം നൽകുന്നവർ യഥാർത്ഥത്തിൽ മനുഷ്യരാശിക്കെതിരെയുള്ള കുറ്റകൃത്യത്തിലാണ് പങ്കാളികളാകുന്നത്. ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒരേ സ്വരത്തിൽ ഒരൊറ്റ മനസ്സോടെ നിലകൊണ്ടേ മതിയാകൂ. ഭീകരത നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി പുതിയ സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗമാണ്. യുദ്ധങ്ങളുടെ മറവിൽ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും വഴി യുവാക്കളെ ഭീകരതയിലേക്ക് ആകർഷിക്കാൻ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എഐയും അത്യാധുനിക എൻക്രിപ്റ്റഡ് ആപ്ലിക്കേഷനുകളും ഉപയോഗിച്ച് ഭീകരർ അവരുടെ നെറ്റ്വർക്കുകൾ വിപുലീകരിക്കുന്നു. യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ ഭരണ സംവിധാനങ്ങൾ തകരുമ്പോൾ അവിടുത്തെ ഭൂപ്രദേശങ്ങൾ ഭീകരർ താവളമാക്കുന്നു. സിറിയയിലും ലിബിയയിലും നമ്മൾ കണ്ടത് ഇതാണ്. ഇപ്പോൾ യുക്രൈനിലും പശ്ചിമേഷ്യയിലും നടക്കുന്ന യുദ്ധങ്ങൾ പുതിയ അരാജകത്വ മേഖലകൾ സൃഷ്ടിക്കുമോ എന്ന ഭയം ലോകത്തിനുണ്ട്. അതുകൊണ്ടാണ് ആഗോളതലത്തിൽ ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു കൂട്ടായ്മ വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. യുദ്ധങ്ങൾ ലോകത്തെ ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും വിഭജിച്ചേക്കാം. എന്നാൽ ഭീകരവാദം എന്നത് ലോകത്തെ ഒന്നാകെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ഒരു വൻ വിപത്താണ്. അത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെയോ പ്രദേശത്തിന്റെയോ മാത്രം പ്രശ്നമല്ല, മറിച്ച് മാനവികതയ്ക്ക് നേരെ തന്നെയുള്ള വലിയൊരു വെല്ലുവിളിയാണ്. രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ പേരിൽ ഭീകരതയെ വെള്ളപൂശാനും ന്യായീകരിക്കാനും ശ്രമിക്കുന്ന രാജ്യങ്ങൾ ഒരു കാര്യം ഓർക്കണം: തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണിത്. കാരണം ഇന്ന് ഭീകരതയെ വളർത്തുന്നവർ നാളെ അതിന്റെ ഇരകളായി മാറുമെന്നത് ചരിത്രം തെളിയിച്ചിട്ടുള്ള സത്യമാണ്. ഭീകരവാദത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ എല്ലാ രാജ്യങ്ങളും ഒരേ നിയമം നടപ്പിലാക്കണം. ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന സീറോ ടോളറൻസ് നയം കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് ആഗോള സുരക്ഷ ഉറപ്പാക്കാനുള്ള ഏക അടിസ്ഥാന ശിലയാണ്. ഇരട്ടത്താപ്പും സ്വാർത്ഥ താല്പര്യങ്ങളും പൂർണ്ണമായും അവസാനിപ്പിച്ച് ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഈ ഭീകരതയുടെ കറുത്ത കരങ്ങളെ ലോകത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയാൻ സാധിക്കൂ. സമാധാനമില്ലാത്ത ലോകത്ത് സാമ്പത്തിക പുരോഗതിയോ ശാസ്ത്രീയ വളർച്ചയോ സാധ്യമല്ല. വസുദൈവ കുടുംബകം അഥവാ ലോകം ഒരൊറ്റ കുടുംബം എന്ന ഭാരതീയ ദർശനം തന്നെയാണ് ഈ കലുഷിതമായ യുദ്ധകാലത്തും ലോകത്തിനുള്ള ഏറ്റവും വലിയ സന്ദേശവും രക്ഷാമാർഗവും. ഈ യുദ്ധങ്ങളുടെ നടുവിലും മനുഷ്യത്വം പുലരണമെങ്കിൽ ഭീകരതയുടെ വേരുകൾ അറുക്കപ്പെടണം. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യ നടത്തിയ ഈ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല. ലോകത്തിന് സമാധാനത്തിന്റെ പുതിയൊരു വഴി കാട്ടിക്കൊടുക്കാൻ ഭാരതത്തിന്റെ ഈ കർക്കശ നിലപാടിന് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.